ഹായ് ഓൾ, ഇന്ന് നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പൈഡർമാൻ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൈഡർമാൻ തീം കേക്ക് ചെയ്യുന്നത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ ഫൈനലായിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്നത് ബ്ലൂ കളറിലുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് ഫുള്ളായിട്ട് കേക്കിൽ കവർ ചെയ്ത് കൊടുക്കാം. ഇനി പാലറ്റ് നൈഫും സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് നന്നായിട്ട് ഫിനിഷാക്കി എടുക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഇതാ കേക്കിലെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയിൽ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് കേട്ടോ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് കിട്ടും. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ആയി കിട്ടും കേട്ടോ. പിന്നെ കുറച്ചൊരു തിക്കായിട്ടുള്ള ഗണേശ വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒലിച്ചു പോയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗണേശ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗണേശ് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ബ്ലൂ കളറും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഡ്രിപ്പ് ചെയ്ത രൂപത്തിലാണ് സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ട് ഇതിന് ഇതുപോലെ വെബ് വരച്ചു കൊടുക്കാം. ഈ ഗണേശയും കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ കയ്യിലോ എന്തെങ്കിലും പ്ലേറ്റിലൊക്കെ ഒന്ന് വരച്ച് നോക്കിയിട്ട് ആ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. പറ്റ ലൂസായാൽ നമുക്കിത് വരച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവരുത്. ആ ഒരു നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ വെബ് വരക്കൽ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് കളറിലുള്ള ക്രീം വെച്ചിട്ട് ഇതുപോലെ കണ്ണ് വരച്ചു കൊടുക്കാം. നോസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ഈ ഒരു റെഡ് കളറൊന്നും കാണാത്ത വിധത്തിൽ തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ക്രീം ഇതുപോലെ. ഇനി നമ്മുടെ നേരത്തെ വെബ് വരച്ചിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ട് ഇതുപോലൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാം കേട്ടോ. കണ്ണിന് കുറച്ച് കട്ടിക്കായിട്ട് കൊടുക്കണേ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പൈഡർമാൻ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്